ഭാരതിന് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗം കുതിച്ചുകയറുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1,50,590 കോടി രൂപയിലെത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇത് താരിഫ് ഭീഷണി മുഴക്കുന്ന ട്രംപിനുള്ള ഇന്ത്യയുടെ മറുപടി കൂടിയാണ്. ഏതൊക്കെ രീതിയിൽ ഇന്ത്യക്കെതിരെ തുരങ്കം വയ്ക്കാൻ നോക്കിയാലും ഇന്ത്യ കുതിച്ചുയരുക തന്നെ ചെയ്യുമെന്ന മറുപടി കൂടെ. മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023-24 രേഖപ്പെടുത്തിയ 1.27 ലക്ഷം കോടി രൂപയിൽ നിന്ന് 18% വർധനയും 2019-20 79,071 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 90% വർധനവുമാണ് ഇത് കാണിക്കുന്നത്. പ്രതിരോധ ഉൽപാദന വകുപ്പ്, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റു പൊതുമേഖലാ യൂണിറ്റുകൾ, സ്വകാര്യ വ്യവസായം എന്നിവയുടെ സംയുക്ത പരിശ്രമമാണ് വളർച്ചയ്ക്ക് കാരണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. തുടർച്ചയായ വളർച്ച ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക അടിത്തറയുടെ ശക്തിപ്പെടുത്തലിനെ പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും മൊത്തം ഉൽപാദനത്തിന്റെ ഏകദേശം 77% സംഭാവന ചെയ്തു. അതേസമയം സ്വകാര്യ മേഖല 23% സംഭാവന ചെയ്തു. പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് ക്രമാനുഗതമായി വർദ്ധിച്ചതായി കാണിക്കുന്ന മുൻ സാമ്പത്തിക വർഷത്തിലെ 21% നിന്ന് സ്വകാര്യ മേഖലയുടെ പങ്ക് ഉയർന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 വിഭാഗങ്ങളിലും വാർഷിക വളർച്ച കണക്കാക്കപ്പെടുന്നുണ്ട്. പൊതുമേഖലാ ഉൽപാദനം 16% വർദ്ധിച്ചപ്പോൾ സ്വകാര്യ മേഖലയിലെ ഉൽപാദനം 28% വർദ്ധിച്ചു. നയപരിഷ്കാരങ്ങൾ, ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കാനുള്ള ശ്രമങ്ങൾ, ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള തദ്ദേശീയവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് സർക്കാർ പറയുന്നു. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. 2024-25 പ്രതിരോധ കയറ്റുമതി 23,622 കോടി രൂപയുടെ റെക്കോർഡിലെത്തി. മുൻ വർഷത്തെ 21,083 കോടി രൂപയേക്കാൾ 12.04% വർധനവ് ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായ പരിഷ്കാരങ്ങൾ, വർദ്ധിച്ച സ്വകാര്യ പങ്കാളിത്തം, കയറ്റുമതി സാധ്യതകൾ വികസിപ്പിക്കൽ എന്നിവയിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഈ വളർച്ചാ വേഗത നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം ഇന്ത്യയിലെ കൊറോണ വൈറസ് പാൻഡമിക്, ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിലെ നിലവിലുള്ള മാന്ദ്യം, പകർച്ചവ്യാധിയുടെ സാമ്പത്തിക ആഘാതം എന്നിവ കാരണം ലോക്ക്ഡൌൺ സമയത്ത് സർക്കാർ സ്വാശ്രയത്തെക്കുറിച്ചുള്ള ഒരു അനുയോജ്യമായ ആശയം പുറപ്പെടുവിച്ചു. 2020 മെയ് 12 പ്രധാനമന്ത്രി മോദി ആദ്യമായി ആ വാക്യം പരസ്യമായി ഉപയോഗിച്ചു. ആത്മനിർഭർ ഭാരത്, സ്വാശ്രയ ഇന്ത്യ മാത്രമാണ് ഏക പാതയെന്ന് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് സ്വയം പര്യാപ്ത ഇന്ത്യ. പ്രസംഗം ഹിന്ദിയിലായിരുന്നപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സ്വാശ്രയത്വം എന്നിവയെക്കുറിച്ചുള്ള പരാമർശം ചില ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന പേരിൽ ഒരു സാമ്പത്തിക പാക്കേജ് പുറത്തിറക്കി. ഇതിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ദ എക്കണോമിക് ടൈംസ് എഴുതിയ സ്വാമിനാഥൻ അയ്യർ പറയുന്നതനുസരിച്ച് ആത്മനിർഭർ ഭാരത് എന്ന വാക്കിന്റെ അർത്ഥം സ്വാശ്രയത്വം എന്നും സ്വയം പര്യാപ്തത എന്നും വിവർത്തനം ചെയ്യുന്നതാണ്. 1960-കളിലും 1970-കളിലും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കുള്ള ശ്രമം പരാജയപ്പെട്ടു. വീണ്ടും അതേ കാര്യം ചെയ്യുന്നത് ഉചിതമല്ല. ഈ പദപ്രയോഗവുമായി ബന്ധപ്പെട്ട പാദാവലിയിലും ഭാഷയിലും അത് ഉദാരവൽക്കരണത്തിന് മുമ്പുള്ള നയങ്ങളുടെ പുനർജീവനത്തിനായി ഉദ്ദേശിച്ചിരുന്നതായി എന്നതാലും സനാതന ധുമക് സംശയമുണ്ടായിരുന്നു. 2020 ആത്മനിർഭർ അല്ലെങ്കിൽ സ്വാശ്രയത്വമായിരുന്നു ഓക്സ്ഫോർഡ് ഹിന്ദിയിലെ ഏറ്റവും മികച്ച വാക്ക്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.